ഹലോ ഗേസ്, നമ്മൾ പിന്നെ വന്നിരിക്കുന്നു. അനദർ മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് പാർട്ട് 2. 3 ആണോ 4 ആണോ? 4 ആണെന്ന് തോന്നുന്നു. നമ്മൾ വീഡിയോ ഇടാൻ താമസിക്കാൻ കാരണം കറണ്ട് ഇല്ല, ഫോണിന് ചാർജ് ഇല്ല, പിന്നെ മഴേൻ്റെ സൗണ്ട്, ഇടി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അല്ലാണ്ട് എന്നതും പോലെ ചാനലൊന്നും പോയിട്ടൊന്നുമില്ല. എന്തായാലും എന്താ അറിയാമല്ലോ, നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്ന. പിന്നെ അയൺ ഫാം നമ്മളെ ഈ 1.20 ഞാൻ കുറേ നോക്കി, എല്ലാം ഭയങ്കര ടാസ്ക്കാണ്. 20 വില്ലേജസൊക്കെ വേണം. ഹാർഡ് വർക്കൊക്കെ ചെയ്യാൻ എനിക്ക് മടിയായതുകൊണ്ട് തന്നെ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ നമുക്ക് ട്രേഡും ചെയ്യേണ്ട, നമുക്ക് ഡയമണ്ട് മൈനിങ്ങിന് തന്നെ പോവാം. കേവിൽ പോകുന്ന ഒട്ടും സേഫല്ല, ഒട്ടും സേഫല്ല. ഞാൻ ചത്താൽ പിന്നെ തിരിച്ചു കിട്ടില്ല, അതാണ് കാരണം. അതുകൊണ്ട് എന്തെങ്കിലും മൈനിങ്ങിന് പോകാൻ തന്നെ നമ്മൾ റെഡി ആക്കിയിട്ട് എന്തെങ്കിലും പോയിട്ട് ഞാൻ എന്തെങ്കിലും പ്രിപ്പയറൊക്കെ ചെയ്യണം. എന്തായാലും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണ് ഞാൻ പിന്നെയും പറയുന്നത്, ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പവറാക്കുക. നമ്മൾ ചാനലിപ്പോൾ വലിയ ഇതൊന്നും ഇല്ല, നമുക്ക് സബ്ബൊക്കെ ചെയ്ത് പഴയ പോലെ ആക്കണം, പഴയതിനെക്കാട്ട് പവറാക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെ നടക്കുമല്ലോ, അല്ലാണ്ട് തന്നെ ഒന്നും ഇതാവില്ലല്ലോ. ഇതിൽ നമ്മൾ പിന്നെ ഞാൻ ഒരു പട്ടിക്കുട്ടീനെ എനിക്ക് കിട്ടിയായിരുന്നു. എൻ്റെ എത്രാമത്തെ വീട്ടിലായിരുന്നു ഇതാണ് നമ്മളെ ചങ്ങായി. ഇവൻ്റെ പേര് എന്താ ഇടേണ്ടത് ഞാൻ ഒന്ന് കമൻറ്റ് ചോദിച്ചായിരുന്നു. ഞാൻ കമൻറ്റ് നോക്കിയില്ല, നോക്കാൻ മറന്നു. ഞാൻ ഇന്നത്തെ വീഡിയോ നോക്കാം, ആരെങ്കിലും ഇട്ടോ നോക്കണം. നല്ലൊരു പേര് ആരെങ്കിലും ഇടണം കേട്ടോ. അധികം സബ്ബൊന്നും ഇല്ലെങ്കിൽ ഉള്ളവർ ആരെങ്കിലും ഒരാൾ ഇടണം. എന്തായാലും നമുക്ക് നേരെ രാത്രിയാണ് പോയി കടന്നൊക്കെ ഉറങ്ങിയിട്ട് നമുക്ക് സ്ഥലത്തേക്ക് പോവാം. എന്തായാലും നമ്മളിത് വ്യൂ മാറ്റിയിട്ട് നമുക്കൊന്ന് കടന്നുറങ്ങി നമുക്ക് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഈ ഹെഡ്ഫോണും കൂടി കുഞ്ഞൊരു പ്രശ്നമുണ്ട്. ഹെഡ്ഫോണിൻ്റെ ആണോ, അയ്യോ ഗ്രീപ്പർ ഹെഡ്ഫോണിൻ്റെ ആണോ ഇതിൻ്റെ ആണോ നേടാ. ഗ്രീപ്പർ ഇങ്ങോട്ട് വരുന്നല്ലോ. ഹെഡ്ഫോണിൻ്റെ ആണോ ഇതിൻ്റെ ആണോ എന്ന് എനിക്ക് പറഞ്ഞോടി. ഗ്രീപ്പർ വരുന്നുണ്ടല്ലോ. പൊട്ടി തുറച്ചാൽ പണിയും കിട്ടും. വീട് ഞാൻ എത്ര മണിക്കൂർ ഉണ്ടാക്കിയെന്ന് അറിയുന്നു. പക്ഷേ എൻ്റെ ഫുൾ സെറ്റ് ഇത് എന്ത് ഗോൾഡൊക്കെ ആയിട്ട് ഗ്രീപ്പർ പോയോടാ. ഇറങ്ങി ഓടാ. ഈ മാങ്ങാണ്ടി ഇരുന്ന് ഞാൻ കൊല്ലട്ടെ, അല്ലെങ്കിൽ ക്രീപ്പറിന് മുമ്പ് ഞാൻ ഇറങ്ങി ഓടുമ്പോൾ ഈ മാക്കച്ചൻ നമ്മളെ കൊല്ലും. ഇന്ന് വാട കണ്ട അലക്കിണ്ട ഇന്ന് കയറി വാട. ക്രീപ്പർ ഓടാൻ 3, 2, 1 സ്റ്റാർട്ട്. വിച്ച് ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ക്രീപ്പറോടെ പട്ടിച്ചു നമ്മളങ്ങനെ ക്രീപ്പർ പൊട്ടിച്ചിട്ടില്ല. അതാകുന്നു ഈ മാക്കാച്ചനെ ഞാൻ കൊല്ലട്ടെ. ഇങ്ങോട്ട് വാടാ. ക്രീപ്പർ കൊണ്ടാ ഇങ്ങോട്ട് വാടാ. അങ്ങനെ കൊണ്ടുകൊണ്ട് പ്ലെയിനായിട്ട് സ്ഥലത്ത് പോയിട്ട് നമ്മൾ ആക്സ് എടുത്തോളാം. ഡയമണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്, നമുക്ക് ഡയമണ്ട് ഇനി ആവശ്യം വരും. പോടാ ഒരാവശ്യമില്ലേ. എന്തായാലും ആട്ടെ, നമുക്കിന്നെ ഈ ഒരു വേൾഡിൽ വീട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ചെറിയ പ്രശ്നമുണ്ട്. എനിക്കിനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുകയെന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയാമല്ലോ. ഡയമണ്ട് ഒപ്പിക്കണം, നെതർ ഫോർട്രസ് കണ്ടുപിടിക്കണം, പാസ്റ്റിനെ കണ്ടുപിടിച്ചാലൊക്കെയാണ് നമുക്ക് എന്തൊക്കെ പറ്റുള്ളൂ. എന്തോ സാധനം. എന്തായാലും നമുക്ക് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചാൽ ഇത് സ്മോക്കർ, ഇത് പിന്നെ കുറച്ച് വുഡ് ഉണ്ടെങ്കിൽ വുഡ് എടുക്കാമായിരുന്നു. അതുപോലെ വുഡ് കൊണ്ടുവിടോ. 4 എണ്ണം എന്തിന്? 4 എണ്ണം ഇതിനകത്ത്. നമുക്ക് എന്തെങ്കിലും നമുക്ക് ഫുഡിൻ്റെ ഒക്കെ കുറേ ആവശ്യമാണ്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഉള്ള ഫുഡ് എടുത്ത് നമ്മൾ തിന്നാം കേട്ടോ. നമുക്കെന്തായാലും ഫുൾ സെറ്റ് ആർമറും പിന്നെ ടൂൾസും വേണം. നമ്മൾ ഈ ഉമ്മാരെയൊക്കെ ഒന്ന് കൊല്ലട്ടെ. ഒറ്റയടിക്കുള്ളൂ. ഈ ഫുഡും കൊണ്ട് പോകുന്നതാണ് സേഫ്. അല്ലെങ്കിൽ നമ്മൾ കയറ്റം കുറേ കയറി വരുമ്പം പിന്നെ കുറേ സ്റ്റെപ്പും ഉണ്ടാക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് വരുമ്പോൾ എന്നാൽ കുറേ സ്റ്റോണും കിട്ടും. ഇപ്പോൾ ഇതും ഉണ്ടാക്കാം. ഈ മാക്കാച്ചിനെ കൊല്ലട്ടെ. ഈ വീഡിയോ തന്നെ ഫുൾ സെറ്റ് ആവാൻ പറ്റുമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എന്ന് വെച്ചാൽ നല്ല ഇതെവിടെ നിന്ന് ഇപ്പോൾ ലാവൊന്നും ഞാൻ ഇത്രയും നാളായിട്ട് ഗെയിം കളിച്ച് ലാവ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നമുക്ക് ലാവിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ആയിട്ട് നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ സാധനം എൻ്റെ കയ്യിലുണ്ട്. അതിൽ നമുക്ക് ഇതിനെ കൊല്ലട്ടെ. ചാടിയിട്ട് കിട്ടില്ല. ഓടല് ഇത്ര ഇവിടെ തീർന്നു. നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ ഈ മാക്കച്ചിനെ കൂടി ഞാൻ ഒന്ന് കൊല്ലട്ടെ. സോറി, ടെക്നോ ബ്ലേഡിൻ്റെ സ്കിന്നാണ്. എന്താണ് ചാടി അടിക്കാൻ നോക്കുന്ന, പക്ഷെ ഒന്നും വർക്കാകുന്നില്ല. ചാടി അടിച്ച് ഒറ്റയടിക്കുക, അല്ലെങ്കിൽ 2 അടി അടിക്കണം. നമ്മളെ എന്തായിരുന്നു ഇത് പോവും,
സോഡ് പെട്ടെന്ന് പവർ ചാടി അടിക്കണം ഒറ്റ അടിക്കാൻ നിൽക്കണം കണ്ടോ. അല്ലെങ്കിൽ രണ്ടടി പവർ അത്രയും കുറയില്ല. അതുകൊണ്ട് അങ്ങനെ ഇച്ചിരി വുഡും വേണം നമുക്ക്. സ്റ്റിക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ വുഡ് കുറച്ചൊന്ന് വെട്ടിയെടുക്കട്ടെ. എന്നിട്ട് നമ്മൾ ഫുള്ളി അയൺ പിക്കാസും കൊണ്ട് ചെയ്യാനാണ്. അല്ലെങ്കിൽ ഡീപ് സ്ലൈറ്റ് ഒന്ന് മൈൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഈ നോർമൽ സ്റ്റോൺ പോലെ അല്ല ഈ ഡീപ് സ്ലൈറ്റ്. അങ്ങനെ തന്നെ തന്നെ പറയാം. കറുത്ത സ്റ്റോണില്ലേ, അതന്നെ. അത് മൈൻഡ് ചെയ്യാൻ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് നമ്മൾ അയൺ പിക്കാസും കൊണ്ട് ചെയ്യുക. പിന്നെ ഡയമണ്ട് പിക്കാസ് ഉണ്ട്, അത് ഞാൻ എന്തായാലും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. നമ്മളെ അയൺ നമ്മൾ മാക്സിമം അയൺ തീർക്കാണ്ട് നോക്കണം കേട്ടോ. നമുക്ക് ഇനി അയൺ കുറേ ആശയുണ്ട്. നമുക്കിപ്പോൾ എവിടെ നിന്ന് തന്നെ കുറിച്ച് പോവാ. വീടിൻ്റെ അടുത്തായിട്ടൊരു കുഴി കുഴിക്കുക, അതായിരിക്കും സേഫ്. പക്ഷേ ഇതാണെങ്കിൽ ഭയങ്കര ഹൈറ്റിലാണ്. മൈനസ് എത്രയോ പോകണം. എനിക്കാണെങ്കിൽ അറിഞ്ഞൂടാ അത് എത്ര മൈനസ് എന്ന്. എനിക്കിന്ന് മൈനസ് എത്രയാണെന്നോ തോന്നുന്നത്. അതൊക്കെ നമുക്ക് നോക്കണം. നമുക്ക് അതിന് മുമ്പ് ഞാൻ ഈ ഫുഡൊക്കെ നോക്കിക്കോട്ടെ. ഈ മാക്കാച്ചകളൊക്കെ ഒന്ന് ഫുഡൊക്കെ ഒപ്പിക്കണം. ചത്തു. പിന്നെ നെയിം ടാഗ് കിട്ടുവാണെങ്കിൽ നമ്മളെ പട്ടിക്കുഞ്ഞിൻ്റെ പേര് വിടുമായിരുന്നു. ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കട്ടെ. എൻ്റെ വേറെ സ്മോക്കറുണ്ട്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. ഈ സ്മോക്കർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പം ഇവിടെ ഇരിക്കട്ടെ. ഒന്ന് കുക്ക് ചെയ്താൽ വെക്കട്ടെ. ഇത് ഇച്ചിരി ഇരിക്കട്ടെ, വേണമെന്നില്ല. ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഇരിക്കും, അതുകൊണ്ട് കളയാം. സ്റ്റിക്ക് ഇരിക്കട്ടെ, സ്റ്റിക്ക് ആവശ്യം വരും. ഇത് ആവശ്യമില്ല. നമ്മളെ പട്ടീനെ കൊണ്ടുവന്നില്ല. അല്ലല്ല, അവൻ്റെ വീടിൻ്റെ തന്നെ വീണ്ടും വേണം. നമുക്ക് കൂടി ഏറെ പണിയിട്ട്. അതുപോലെ സാധനമൊക്കെ സെറ്റാണ്. കുറച്ച് വെള്ളം കൂടി എടുത്തുകൊണ്ട് വരാം. നമുക്ക് വല്ല കുഴിയും കണ്ട അതിൻ്റെ അകത്ത് ഇറങ്ങിപ്പോൾ മൈൻഡ് ചെയ്യുന്നോണ്ടിരിക്കുമ്പോഴേ അല്ല ഡയമണ്ട് കണ്ടാൽ അത് കുഴിയിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളവും വേണം. നമ്മളിന്നല്ല ഇവൻ്റെ വലിയ വെള്ളം എടുക്കുന്നില്ല. അത് പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല. അയൺ ഫാം ഉണ്ടാക്കാൻ ബ്രീഡർ ഉണ്ടാക്കിയാൽ മതി. പക്ഷേ അതിനുവേണ്ടി റെയിൽ കുറേ വേണം. അതിനും കുറേ അയൺ വേണം. ഒരു 3-4 സ്റ്റാക്ക് അയണെങ്കിലും വേണം. ഞാൻ ഈ അയൺ തന്നെ ഉപയോഗിക്കാത്ത സമയം എടുത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അയൺ ഫാം ഇങ്ങനത്തെ കാര്യങ്ങളും ശ്രുതി ചെയ്യുന്നത് ഇങ്ങനെ കാര്യങ്ങളും ചെയ്യാത്തത്. എന്തായാലും നമ്മൾ ഇത്രയും ലേറ്റാകാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ എന്തായാലും കാരണമെന്ന്. എന്തായാലും നമുക്ക് പോയിട്ട് ഞാൻ ഫുഡൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് ഞാൻ മൈനസ് എത്രയിലൊക്കെ പോകണമെന്നൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കട്ടെ. എന്നിട്ട് കാണാം. ഫുഡ് കിട്ടിയോ ഇത്ര പെട്ടെന്നാ? ഇതൊന്നും പോരാട്ടോ, നമുക്ക് കുറേ വേണം. നമ്മൾ കുറേ മൈനിങ്ങിന് നമുക്ക് ഒരു മിനിമം ഒരു 30 ഡയമണ്ട് കയ്യിൽ കിട്ടണം. 30-40 ഡയമണ്ട് കിട്ടിയാൽ മാത്രം ഫുൾ സെറ്റ് ആർമർ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. യെസ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാനിതാ ഇതുകൂടി മൈൻ ചെയ്തെടുത്ത് കുറേ ഫുഡും എടുത്ത് നമുക്ക് ഞാൻ ഇപ്പോൾ മൈനസ് എത്രയാണെന്ന് നോക്കിയിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ നോക്കിയപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ -58 പോയാലാണ് ഡയമണ്ട് കിട്ടാൻ കൂടുതൽ. ഡയമണ്ട് സ്പോൺ എന്ന ഇത് ലെവൽ എത്രയാണെന്നാണ് പറഞ്ഞത്, -58. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന 71 നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിന് 0 ആയിട്ട് -51. ഇപ്പം തന്നെ അറിയുന്ന എത്ര പോകണമെന്ന്. നമ്മളതുകൊണ്ട് നമ്മളിവിടെ ആയിട്ട് കുറേ അങ്ങോട്ട് താഴേക്ക് കുഴിയുണ്ട്. നമുക്ക് പറ്റുന്ന അത്രയും താഴേക്ക് പോയിട്ട് അവിടെ നിന്ന് കുടിക്കാം. എന്നാലാണെങ്കിൽ എന്താ സുഖമായി നമുക്ക് അത്രയും കുഴിക്കാണ്ട് നമുക്ക് പോകാമല്ലോ. പിക്കാസിൻ്റെ പവർ എന്തെങ്കിലും കുറയ്ക്കുകയും വേണ്ട. അധികം കുഴി വരെ നമ്മൾ പോകുന്നില്ല, അത്യാവശ്യം നോർമൽ വരെ പോകുന്നുള്ളൂ. നല്ല ലാഗടി അടിക്കുന്നുണ്ട്. ഞാൻ ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഞാൻ ഈ കേവിലൊന്ന് വെറുതെ ഒന്ന് വരാൻ നോക്കിയപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് കുറേ ഞാനിപ്പോൾ മൈനസ് എത്തി ഇതാ ഇങ്ങോട്ട് കുറേ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ. അതും ഡീപ് ലൈറ്റ് ഒക്കെ ഇപ്പോൾ ഒരു വിചാരം തോന്നി നമുക്ക് എന്തായാലും മൈനിങ്ങിന് പോകണ്ട, നമുക്ക് ഈ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ച്. ഇതൊന്നും എന്തായാലും നിങ്ങളെ കാണിച്ചേക്കാം. ഞാൻ എന്തായാലും അങ്ങനെ എൻ്റെ അടുക്കുന്ന ഡയമണ്ട് ഇട്ട് നിങ്ങൾ ചീറ്റിങ് ചെയ്തതെന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇവിടെ സ്കെൽറ്റൻസ് ഒക്കെ ഉണ്ട്. ആ മാക്കാച്ചിനെ ഞാനൊന്ന് കൊല്ലട്ടെ. 2 എണ്ണോ നമുക്ക് ഉമ്മാരസം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഓരോരുത്തരെ വിളിച്ച് വരുത്താവേ. സ്റ്റീം ആക്കാച്ചിനെ വിളിച്ച് വരുത്താം. ഇങ്ങോട്ട് നമ്മൾ ഉന്നം കിട്ടാത്ത അവനിപ്പോൾ ഇങ്ങോട്ട് ഓടി വരും. ഇങ്ങനെ മാറിയിട്ട് നമ്മൾ ആ സ്കെൽറ്റൻ്റെ അടുത്തേക്ക് നിന്ന് മാറിയിട്ട് ഓടി ചെന്നിട്ട് നമ്മൾ അത് എൻചാൻറ്റഡ് അമ്പ് ഊമ്പി
ജാവ എഡിഷൻ പോലെ ആയിരുന്നു. ഇതാണെങ്കിൽ ജാവ എഡിഷൻ പോലെ തന്നെ കേട്ടോ. ഞാനിപ്പോൾ കണ്ടതെന്താ? കോയ്സ് ഇപ്പൊ ഞാനെന്താ കണ്ടേ? ഞാൻ ആ വാർഡന്റെ സാധനമല്ലേ കണ്ടേ? എനിക്ക് തോന്നിയതാണോ? ഞാൻ ആ സ്കെൽറ്റനെ കൂടെ കൊന്നിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ. ഒരു വേണം മാക്കാജി. അതേതാ കുഴിയില്ലേ? ഉമ്മാരാണ് ഇങ്ങനെ സ്പോൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അതോ ഡയമണ്ട് ഇരിക്കുന്നു. ഞാനിപ്പോ കാണുന്ന വാർഡന്റെ എടാ എനിക്കൊന്നും കാണുന്നില്ല. ഈ മാക്കാജി നിൽക്കുന്നവർ ഞാൻ സമാധാനത്തോടെ നോക്കട്ടെ. ഞാനൊരു കോളൊന്നും എടുത്തിട്ട് എൻ്റെ ഇച്ചിരി കോളാണ്. ഞാൻ ഇച്ചിരി ലൈറ്റ് ഒന്നും ഉണ്ടാക്കട്ടെ. ഈടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ കാണുന്ന ഒരിക്കലും വാടന സാധനമല്ലേ? ഏൻസെന്റ് സിറ്റി ആ സാധനമല്ലേ ഇത്? ഈടോ എനിക്ക് അയ്യോ എനിക്കെന്താ പറയേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ഡയമണ്ട്. അതിൻ്റെ കൂടെ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു സാധനം തിളങ്ങുന്ന ഡയമണ്ട്. നോക്കുമ്പോൾ ഒരു ലൈറ്റ്. ഞാൻ ചോദിച്ച് ഇതാരും മൈൻഡ് ഷാട്ട് ഇറക്കി. ഞാൻ നോക്കുമ്പോൾ ഏൻസെന്റ് സിറ്റി. എനിക്കെന്ത് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എനിക്ക് അത്രയ്ക്ക് സന്തോഷം. ഈ മോംസ് വേഗം സ്പോണാകുന്നുണ്ട് പെട്ടെന്ന് ആണ്ട് നമുക്ക് ഉമാരിക്കൊന്ന് കൊല്ലട്ടെ. ക്രീപ്പർ ഇവിടുന്ന് പൊട്ടാൻ നോക്കണം. ക്രീപ്പർ പൊട്ടാൻ ഡയമണ്ട് പോവും. ഉമാരെ ഓടിച്ച് ഇങ്ങോട്ട് വരും. തിന്നിട്ട് ആ സോംബിൻ്റെ മേത്തേക്ക് ഈ സ്കെൽറ്റനേടാ കൊച്ചു സോംബി പോടാ. കൊച്ചു സോംബി ക്രീപ്പർ കൊച്ചു സോംബി അതില്ല. വലിയ സോംബി അത്. ഈ ബുർക്കാണ്ടിന് ഞാൻ കൊല്ലട്ടെ. ഞാൻ ഈ ചിന്നിട്ട് കളിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഞാൻ പോയ ഡയമണ്ട് വേഗം ചെയ്ത് മൈൻഡ് ചെയ്തുകൊണ്ട് വരട്ടെ. ഇതിൻ്റെ ബേക്കിൽ 3 ഒറ്റ സൈഡിലായിട്ട് കുറേ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അയ്യോ സ്കെൽറ്റൻ അമ്പിട്ട് കൊല്ലുന്നേ. കുണ്ടിക്കമ്പൂടുന്നുള്ളതാ. ഞാൻ ഇവിടെ എന്തായാലും ഇനി നിൽക്കുന്നില്ല. നമുക്ക് ഡേഞ്ചറാണ്. സോംബീസ് കൂടുതൽ സമയം കണ്ടു കഴിയുക. നമ്മൾ ഇവിടെ എനിക്കിപ്പോൾ എന്താ കണ്ടേന്ന് ഞാൻ ഇത് നേരെ ഇപ്പോൾ കുത്തനെ താഴേക്കാണ് ഞാൻ പോയത്. ഞാനിപ്പോൾ എവിടെ ചെന്ന് വീടെന്ന് പറയാം. വാടൻ്റെ ഫ്രണ്ടിൽ അതാ നമ്മളിത് മറ്റേ ജെല്ലീൻ്റെ ചങ്കിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവൻ്റെ അടിയിലിടേണ്ട വേഗം ഓടിയേക്കാം. ഇതില്ലേ മറ്റേ സ്ലൈം ചങ്കോ ആ ചങ്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുണ്ടന്മാർ ഇങ്ങനെ സ്പോണെന്ന്. ഇതിൻ്റെ മണ്ടക്കോട്ടൊന്ന് വലിഞ്ഞ് കയറട്ടെ. ഇവിടെ ഞാനിപ്പോൾ കണ്ട എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതും പോരട്ടെ ഒരു ഡയമണ്ടും. ഞാൻ നോക്കുമ്പോൾ ഒരു നീല ലൈറ്റ്. ഞാൻ ഇത് വേറെ സാധനം എനിക്ക് അതിൻ്റെ അകത്ത് പോയല്ലേ നമുക്ക് ഡയമണ്ടൊക്കെ സുഖമായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ ആർമറൊക്കെ കിട്ടും. അതുകൊണ്ട് എനിക്ക് പോകണമെന്നുണ്ട്. പക്ഷേ വേണ്ട, നമ്മുടെ റിസ്ക് ഒരു പരിപാടിക്കില്ല. നമുക്ക് കോളെടുത്ത് ഇച്ചിരി കൂടി നമുക്ക് അകത്തേക്കൊന്ന് പോകാൻ നോക്കാം കേട്ടോ. നമുക്ക് പേടിയൊന്നുമില്ല. പക്ഷേ റിസ്ക് എടുത്ത് നമ്മൾ പണി ഒപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ കോളുണ്ട്. ഈ കോളൊക്കെ ഞാൻ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കട്ടെ. ഇച്ചിരി കൂടി ലൈറ്റ് വെച്ചേക്കാം. അല്ലെങ്കിൽ ഇവന്മാർ സ്പോണായി നമുക്ക് കൂടുതൽ ഇരട്ടി പണിയാക്കും. നമുക്ക് ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുത്തിട്ട് ഇവിടെ നമ്മളെ ബേസിൻ്റെ തൊട്ട് താഴെ എനിക്കൊന്ന് നമ്മളെ ബേസിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നിന്നത്. അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സത്യം തന്നെയാണ്. ഞാൻ ഈ കോളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കട്ടെ. നമ്മളിതാ ഒരു സ്റ്റാക്കോളം ഇത് കിട്ടിയിട്ടുണ്ട്.
എനിക്കൊന്നും ഇനി മൈനിങ്ങിന് പോകണ്ട. അത്രയും വലിയ ഗെയിം നമ്മൾ എന്തിരിക്കുമ്പോൾ എന്തിനാണ് മൈനിങ്ങിന് തന്നെ? നമുക്കൊരു ഡയമണ്ട് ആർമറായിട്ട് ഒന്ന് ഇറങ്ങി നോക്കണം കേട്ടോ ഏൻഷ്യന്റ് സിറ്റിയിലേക്ക്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏൻഷ്യന്റ് സിറ്റിയൊക്കെ ഇത്രയും അടുത്ത് സ്പോണായി. ഞാൻ ഈ കോഡ് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക കേട്ടോ. ബെസ്റ്റ് കോഡ് എന്താ എനിക്ക് കണ്ടാൽ തന്നെ എനിക്ക് എൻ്റെ ഫേവററ്റ് വേൾഡാണിത്. ഞാൻ എടാ ഇത് ഉമ്മാർ പെട്ടെന്ന് സ്പോണാന്ന് എല്ലാം ഒറ്റയടിക്കാത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ കൂടുതൽ താഴേക്ക് പോകണം കേട്ടോ. എന്ന് വെച്ചാൽ എടാ ഇതോടാ ഏൻഷ്യന്റ് സിറ്റിൻ്റെ പകുതി. പയ്യെന്ത് പോയി നോക്കിയാലോ. എനിക്ക് പേടിയാന്ന്. ഞാൻ ഈ കാണുന്നത് എന്താണ്? അല്ല ഇത് മറ്റേ സാധനമില്ല, മറ്റേ കാറുന്ന സാധനം എൻ്റെ അത് വാർഡർ സ്പോണാക്കുന്നേ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അതില്ലല്ലോ. നമുക്ക് ഇത് പൊട്ടിച്ചോണ്ട് പോവാം. കിട്ടിയില്ല. ഡയമണ്ട് കൊണ്ടോ? അത് ഡയമണ്ട് കൊണ്ടും കിട്ടിയില്ല. നമ്മളെന്തിനാ പേടിക്കുന്നത്? നമുക്ക് പേടിയില്ല. ചെറിയൊരു പേടി ഉണ്ടെന്നുള്ളൂ, അല്ലാണ്ട് പേടിയൊന്നുമില്ല. ഇത് എനിക്ക് സീൽ ടച്ച് വേണമെന്ന് തോന്നുന്നു. എനിക്ക് അവിടെ ഇത് കുറേ ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് പണി കിട്ടുമോ ഗൈസ്? ചെലന്തി പോടാ. ഇവിടെ മനുഷ്യൻ പേടിച്ചിരിക്കുമ്പോഴാണ് നിൻ്റെ കൊച്ചുകളി കളിക്കുന്നത്. പോടാ. നമ്മൾ ഡയമണ്ട് കണ്ടുപിടിക്കാൻ വന്ന് അവസാനം ഈ സാധനം കണ്ടപ്പോൾ നമ്മൾ ഈ സോംബി കുണ്ടന്മാർ നമ്മളെ പേടിപ്പിച്ച് ഇല്ലാണ്ടാക്കി കേട്ടോ. മറ്റേ സെൻസർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇത് സെൻസറാണെന്ന് തോന്നുന്നു. മറ്റേ സാധനമില്ല, അവനെ സ്പോണാ സാധനം അതില്ല. അതുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒട്ടും സേവല്ല. നമ്മൾ കണ്ട വഴി ഓടിക്കണം. നമുക്ക് ഒറ്റ ഡയമണ്ട് കിട്ടി കേട്ടോ. എനിക്ക് ഡയമണ്ട് നോക്കാൻ വരെ പേടിയായിരുന്നു അങ്ങോട്ട് പോവാൻ. ഇവിടെ ഇതെന്ത് വലിയ സിറ്റി അത്? ഇത് തീരുന്നില്ല കേട്ടോ. ഇവിടെ എന്ത് സൗണ്ട് കേൾക്കുന്നത്? എനിക്ക് പേടിയാത്. അയ്യോ എനിക്ക് പേടിയാതെ. അയ്യോ ഞാനോട് എനിക്ക് വേണ്ട ഇങ്ങോട്ട്. ഞാൻ പോവാ. ഞാൻ ഡയമണ്ടും കൊണ്ട് പിന്നെ വന്നോളാം. നിങ്ങൾക്ക് തീർത്തോളാം കേട്ടോ. അയ്യോ എനിക്ക് പേടിയത്. ആരോട് നിൽക്കില്ല. എനിക്ക് കാണുമ്പോൾ എനിക്ക് സീരിയസ് എനിക്ക് റെഡിക്കിനെ വരയ്ക്കുന്നു പീസ്. എനിക്ക് സാധനം ഒന്നാമത് എനിക്ക് ഹൊറർ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പേടിയാണ്. പിന്നെ ഞാൻ ഈ മൈൻക്രാഫ്റ്റ് മാത്രം കളിക്കുന്നുണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ വേറെ ഗെയിംസ് കളിക്കലുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. വലിയ ഇടുന്നില്ല അങ്ങനെയല്ല. അല്ല നമ്മളെന്തിനു പേടിക്കുന്നത്? ഇത് ഗെയിമായിട്ട് മാത്രം നമ്മൾ എടുത്താൽ പോരെ. നമ്മൾ ഭയങ്കര സീരിയസ് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് പേടിയുണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വരെ വന്ന വെറുതെ എന്തായാലും വെറുതെ ആയില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് അവിടേക്ക് ഇറങ്ങണം. അതിനേക്കാൾ മുമ്പ് ഞാൻ ഇതാണെങ്കിൽ കിട്ടുന്നില്ല. എന്ത് ഡയമണ്ട്? ഒറ്റ ഡയമണ്ട് കിട്ടി. ഇതും കൊണ്ട് ഒറ്റ ഡയമണ്ട് കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാനാ? ശവലം ഉണ്ടാക്കാം, അല്ലാണ്ട് ഒരു മാങ്ങാണ്ടി ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് പിന്നെയും സാധനം കൂടി വരിക. നമുക്കൊന്നും അങ്ങോട്ട് ചെന്ന് നോക്കിയാലോ. എനിക്ക് പേടിയുണ്ടെന്ന് വെച്ചാൽ പേടിയുണ്ട്, എന്നാലും പേടിയില്ല. ഞാൻ 2-3 വർഷമായി പറയുന്നു. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഇത് ഗെയിമല്ലേ, ഗെയിമായിട്ട് കണക്കെടുത്താൽ മതി. നമ്മളല്ലാണ്ട് വലിയ സീരിയസ് കാര്യമായിട്ട് നിൽക്കണ്ട. നമുക്കൊരു പേടിയില്ല, നമ്മൾ പോവുക. വാറിനെ കണ്ടാൽ ഞാൻ ഗെയിം അടിച്ചൊറ്റ പോക്ക് പോവുക. എനിക്ക് അത്രയേ ഉള്ളൂ. നമുക്കൊരു പേടിയില്ല. നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഞാൻ ആ സാധനം കണ്ട്, അതാണ് എനിക്ക് പേടി. ഇതായി നോക്കിയാണ് ഇവിടെ നിന്ന് സാധനം കണ്ട് ഞാൻ കണ്ടോ. ഞാൻ ഓടാനുള്ള അതാ ഞാൻ ഇങ്ങനെ ബ്ലോക്ക് വെച്ച് പോകുന്നത്. എനിക്ക് സൗണ്ട് ഇട്ടിട്ട് അറപ്പാന്ന്. മനുഷ്യനിങ്ങനെ പേടിപ്പിക്കുന്ന സാധനം മിണ്ടാണ്ടിരിക്കും. എനിക്ക് പേടിയാന്ന്.
ഇത് പൊട്ടിച്ചെടുക്കോ? ഇതിന് സിൽട്ടസ് ആണ്. ഇതിന് ദാക്സും കൊണ്ടാണ് പൊട്ടിക്കേണ്ടത്. പൊട്ടിച്ച് നോക്കാം നമുക്ക്. സിൽട്ടച്ച് ആണോ വേറെ എന്തെങ്കിലും ആണോ? ഇത് സിൽട്ടച്ച് അല്ലേ? ആണോ? SP കിട്ടുന്നുണ്ട്. സിൽട്ടച്ച് എല്ലാത്തിനും. അവിടെ ഇവിടെ നിന്നിട്ട് ചെസ്റ്റിലാട്ട് ഇത്രയും വലുതായിട്ട്. അവിടെ സെൻസർ. തൂക്കിയല്ലോ നാദാ. ഓടിക്കോ ഓടിക്കോ. അയ്യോ സാധനം സെൻസറാണേ. ഓടിക്കോ 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 ഓടിക്കോ. എടാ വാർഡന്റെ ഹാർഡ് മീറ്റ്. ഓടിക്കോ 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 ഓടിക്കോ. പോ പോ പോ. Got my G when I'm in the van. Gone pics on